ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറ്റ്യാട്ട് വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങളായിട്ട് ആണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടോ, അവർ അമ്പലത്തിലെ പ്രസാദം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ ആണ് കേട്ടോ. ഇവർ രണ്ടും ഭയങ്കര കൂട്ടാണ്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ്. സിസ്റ്ററിനൊരു മകനും കൂടി ഉണ്ട് കേട്ടോ. ആളവിടുന്ന് എന്തോ ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടാളും ആണ് കേട്ടോ മെയിനായിട്ട്. അവൻ കുറച്ച് വലുതായതിൻ്റെ ആ ഒരു ഇതാന്ന് തോന്നുന്നത്. ഇവർ രണ്ടാളാണ് മെയിനായിട്ട് കൂട്ടായിട്ടുണ്ടാവുക കേട്ടോ. ഭയങ്കര സ്നേഹപ്രകടനമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആളിവിടുന്ന് നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട് രണ്ടുപേരും കൂടെ. ഇവർ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അകത്ത് കയറുന്ന കച്ചവടമില്ല കേട്ടോ. ഫുൾ കളിയാണ്, നമ്മളെ ജില്ലി കാര്യങ്ങളൊക്കെ വാരിയിട്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ സൈഡിലായിട്ട് കുറേയധികം പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇവർ മൂന്നാളും കൂടിയിട്ട് ഭയങ്കര നല്ല അടിപൊളിയാക്കി വെക്കാറുണ്ട്. ചീരയൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലോട്ട് ഓടിക്കളിക്കാറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാന്താരി ഉടച്ചിട്ട് എന്തെങ്കിലും കറിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാന്താരി നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അപ്പോൾ ഇത് പറങ്കിയാണ്. ഇത് പഴുത്തിട്ടൊക്കെ ഉണ്ട്. നമ്മളിതൊക്കെ ഇങ്ങനെ പറിക്കുന്നതാണ്. നമ്മൾ ഒരു സാധനം ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാന്താരി ഇത്രയധികം ഒപ്പരം പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2 ദിവസത്തെ ഒപ്പരമുള്ള വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. പിറ്റേ ദിവസമുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കളിക്കാണ് കേട്ടോ. കാന്താരിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ വല്യമ്മ ഒരു സാധനം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇത് കാത്തോ ചേനയോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. എനിക്ക് ഇതിൻ്റെ ഒന്നും പേര് കറക്റ്റായിട്ട് മനസ്സിലാവില്ല കേട്ടോ. എത്ര പറഞ്ഞാലും എനിക്ക് ഓർമ്മയുണ്ടാകത്തില്ല. ചേന, ചേമ്പ് ഇതൊക്കെ തമ്മിൽ എനിക്ക് മാറിപ്പോവാറുണ്ട്. ഇതിലേതോ ഒന്നാണ്. നിങ്ങൾക്ക് കാണുന്നവർക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. ആദ്യമൊന്നും എനിക്ക് ഇത്തരം സാധനങ്ങളൊന്നും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനോടൊക്കെ ചെറിയ താല്പര്യമുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചീരയിലൊക്കെ ഇവർ കയറി കളിക്കാറുണ്ട്. എന്നാൽ ഈ സൈഡിൽ ഇങ്ങനെ ഫുൾ ചീരായിട്ട് അത് കയറി കളിച്ച് ഫുള്ള് കൊളാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പണ്ടത്തെ കാലത്തെ ഒരു വണ്ടിയാണല്ലോ, പാളവണ്ടി. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇത് എന്താണെന്ന് പോലും അറിയത്തില്ല. നമ്മുടെ വീട്ടിൽ പാള കണ്ടപ്പോൾ ഞാനും സിസ്റ്ററും കൂടി എന്താ പറയുക, പാളവണ്ടിയൊക്കെ ആക്കി കുട്ടികളൊക്കെ വലിക്കുന്നതാണ് കേട്ടോ. നല്ല രസമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അന്നത്തെ കാലത്തെ കളികൾ ഇന്നത്തെ കുട്ടികളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ. പിന്നെ നമ്മളും വലിയ ആൾക്കാരും കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു രസമാണല്ലോ. ഇത് അമ്മ മോളെയൊക്കെ വലിക്കുന്നതാണ് കേട്ടോ. ഇവർ മൂന്നാളും. ബാക്കിലുള്ള ആൾക്ക് പിന്നെ അതിലിരിക്കാനൊന്നും താല്പര്യമില്ല. ഇതുപോലെ വണ്ടി വലിക്കാനായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ മുറ്റത്തുനിന്ന് ഭയങ്കര കളിയാണ്. ഒരാൾ ആ പാളവണ്ടിയിൽ നിന്ന് എണീക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കി 2 ആളെയും തള്ളിപ്പുറത്താക്കിയിട്ട് ആൾ കയറി വിശാലമായിട്ട് അങ്ങ് ഓടിക്കാണ് കേട്ടോ വണ്ടി. അപ്പോൾ വേറൊരാൾ ഇവിടുന്ന്, അതായത് നമ്മുടെ മൂത്ത മോനാണ്, ദേവിക്ക് എന്നാണ് പേര്. ഇടുന്ന് അച്ചാച്ചനെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അച്ഛൻ ഇവിടുന്ന് എന്തൊക്കെ പച്ചക്കറിക്കൊക്കെ കൊത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇവരൊക്കെ ഇങ്ങനെ മുറ്റത്തുനിന്ന് ഫുള്ളായിട്ട് ഓടി നടന്ന് കളിക്കുന്നത്. അപ്പോൾ ഇവർ 2 പേരും കൂടെ ഓടിച്ച് ഒരാൾ വലിക്കാൻ, നല്ല ആളാണ് കേട്ടോ വലിക്കാൻ വേണ്ടി നിൽക്കുന്നത്. മൂത്ത ആളുടെ പേര് ദേവിക്ക്, പിന്നെ ധൻശിവ്, ശിവാമി എന്നാണ് കേട്ടോ ഇവരുടെ പേര്. നമ്മൾ ശിവാമീനെ ആമിക്കുട്ടി എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഇവർ ഭയങ്കര കളിയാട്ടെ. ഇതിൽ നിന്ന് എണീക്കുന്ന കച്ചവടമില്ല. ഇവർ ഫുള്ളായിട്ട് എല്ലാവരെ കൊണ്ടും മാറി മാറി വലിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡും ഫുള്ള് ചെറിയ ചെറിയ ചീരകൾ മുളച്ച് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീര. ഇവിടെ നമ്മൾ കുറ്റ്യാട്ടൂർ വന്നു കഴിഞ്ഞാൽ അധികവും ഒരുപാട് പച്ചക്കറി ഉണ്ടാവും. നാച്ചുറലായിട്ട് വിളയിച്ചെടുത്ത ഒരുപാട് പച്ചക്കറി ഐറ്റംസ് ഉണ്ടാവും. ഇതുപോലെ നമ്മൾ വയലിലും ഇതുപോലെയൊക്കെ കൃഷി ഇറക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയോ ആണ്, കുമ്പളം ആണെന്ന് തോന്നുന്നു. ഇത് വാടറും വലകയൊക്കെ ഉണ്ട് ഇവിടെ അതിൻ്റെ സൈഡിൽ. അപ്പോൾ ഇതൊക്കെ അച്ഛനും അമ്മയും കൂടിയിട്ട് വീട്ടിൻ്റെ പറമ്പത്ത് തന്നെ ഉണ്ടാക്കിയ കൃഷിയാണ്. കുറേ അധികം വിളവെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഞാനിവിടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മൾ വൈകുന്നേരത്തെ പണികളൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഇവിടുന്ന് മുറ്റടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.